ഹലോ ഗൈസ്, എന്നും നമ്മൾ ഒരേ രീതിയിലല്ലേ ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിക്കാറ്. ഇനി ചിക്കൻ മേടിക്കുമ്പോൾ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ട് കഴിച്ച് നോക്കട്ടോ. എന്തായാലും ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കുന്നുണ്ട്. അതിലേക്ക് തവിട് എണ്ണയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഏതോ ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലോ പാം ഓയിലോ എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. എണ്ണ നന്നായി ചൂടായി വന്നാൽ നമ്മളിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. ഈ ചിക്കനിൽ യാതൊരുവിധ മസാലയും ചേർത്തിട്ടില്ല. ചിക്കൻ കഴുകി വെച്ചിട്ട് അതേപോലെ നമ്മൾ ഈ എണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതിൽ മസാലയൊന്നും ചേർക്കാത്തത് കൊണ്ട് ഇത് പൊട്ടിത്തെറിക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ. വെള്ളം ആയതുകൊണ്ട് എണ്ണയിൽ കിടുമ്പോൾ നല്ലോണം പൊട്ടിത്തെറിക്കും. അപ്പോൾ ഇത് എണ്ണയിൽ ഇട്ടതിന് ശേഷം തീയൊന്ന് കുറച്ച് വെക്കുക. ആ ചട്ടിയിൽ ചിക്കൻ ഇളക്കി കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഞാൻ ചട്ടി ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. കുറച്ച് കൂടിയുള്ള ചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ ചട്ടി എടുത്താൽ മതി. നിങ്ങളും അതിലാണ് ചിക്കൻ ഇളക്കി കൊടുക്കാനൊക്കെ എളുപ്പമായിട്ടുള്ളത്. അപ്പം നമ്മുടെ ചിക്കന് ഒരു സൈഡ് കളറ് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് നല്ലോണം ഫ്രൈ ആയി വരേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് കളറ് മാറി വരുമ്പോൾ നമ്മളിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കണം കേട്ടോ. അങ്ങനെ ഇതിൻ്റെ എല്ലാ ഭാഗവും ഒരുപോലെ കളറ് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർക്കണം. എല്ലാ പൊടികളും കൂടി ഞാനൊരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, ഗരം മസാല, മഞ്ഞൾപ്പൊടി, പെരുംജീരകം പൊടി, പിന്നെ കുരുമുളക് പൊടി എല്ലാം ഓരോ സ്പൂൺ വീതമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. 1 ടീസ്പൂണ് എല്ലാം 1 ടീസ്പൂണ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അളവ് തെറ്റൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനി എല്ലാ പൊടികളും കൂടി നമുക്കതിലേക്ക് ഇട്ടുകൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മസാലയൊന്നും ചേർക്കാതെ നമ്മളിത് എണ്ണയിലേക്ക് ഇട്ടതാണ് ഈ ചിക്കന്. ഇപ്പോഴാണ് നമ്മൾ മസാല ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മസാല എല്ലാ ഭാഗത്തും ഒരുപോലെ എത്താൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. 1 മിനിറ്റ് 2 മിനിറ്റൊക്കെ ഇങ്ങനെ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുക. അപ്പോഴാണ് കേട്ടോ ഈ മസാലയൊക്കെ എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തുള്ളൂ. വെറുതെ മസാലപ്പൊടി ഇട്ട് വെച്ചിട്ട് അങ്ങോട്ട് പോവരുത് കേട്ടോ. കുറച്ച് സമയം ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും മസാല എല്ലാ ഭാഗത്തുമായി നമ്മളുടെ ചിക്കൻ ഒരു നല്ല അടിപൊളി കളറൊക്കെ ആയി വരും. അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതും ഇതുപോലെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ആക്കി കൊടുക്കുക. ഇതിങ്ങനെ മസാല പിന്നീട് ചേർക്കുന്നത് കൊണ്ട് ചിക്കന് മസാല പിടിക്കൂലേ എന്നുള്ള ഡൗട്ടൊന്നും വേണ്ട കേട്ടോ. എല്ലാ ഭാഗത്തും ഒരുപോലെ മസാലയാവും. നല്ല ടേസ്റ്റിൽ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ നല്ലോണം ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം ഇതിങ്ങനെ വെക്കുക കേട്ടോ. ഇനി ഇത് നല്ലോണം ഫ്രൈ ആയി വരണം. ഈ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വരണം. അതുവരെ ഇങ്ങനെ വെക്കാം. അതിന് ശേഷം ഇടക്കൊന്ന് ഇളക്കി കൊടുക്കുക. അടി പിടിക്കണീനാണ് കേട്ടോ. അങ്ങനെ എല്ലാ ഭാഗവും ഒരുപോലെ ഫ്രൈ ആയി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. പിന്നെ തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. അതിന് ശേഷം ചിക്കൻ ഫ്രൈ ആയി വന്നാൽ തീ ഓഫാക്കി കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്താൽ നമ്മളുടെ ചിക്കൻ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു റീൽസിൽ കണ്ടതാണ് ഈ ഒരു റെസിപ്പി. അപ്പോൾ ഫസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് മസാല ഇല്ലാത്ത ചിക്കനൊക്കെ കണ്ടപ്പോൾ ഒരു ഇതൊക്കെ തോന്നി കേട്ടോ. പക്ഷേ ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ വീട്ടുകാർക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടോ. ഇനി തണുക്കാനൊന്നും വെക്കണ്ട, ചൂടോടെ തന്നെ ഇത് കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. വലിയ പണിയൊന്നുമില്ല, എളുപ്പമാണ്. അതുപോലെ തന്നെ വീട്ടിലുള്ള നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഐറ്റംസ് മാത്രമേ നമ്മളിതിൽ ചേർത്തിട്ടുള്ളൂ. പുറത്തുനിന്നുള്ള ഒന്നും മേടിച്ചിട്ടില്ല കേട്ടോ. നമുക്കൊരു ഗസ്റ്റ് വരുമ്പോഴൊക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ ഫ്രൈ ആണിത്. പറയുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൻ്റെ ഭംഗി കണ്ടാലേ അറിയാം എത്രത്തോളം ടേസ്റ്റ് ഉണ്ടെന്നു. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി പോലെ ഇരിക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബൈ.